ചീരവിത്ത് പാകുന്ന വിധം ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്ര ചീരവിത്ത് എടുത്തിട്ടുണ്ട്. അതിനുള്ള സ്ഥലമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിന് മുന്നേ നട്ട ചീര ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് ഇപ്പോൾ വളർന്നിട്ട് ഏതാണ്ട് പറിക്കാനുള്ള പാകം ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറിച്ചതിന് ശേഷം ഇവിടെയൊക്കെ മാറ്റി നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചീരവിത്ത് ഇടുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചിരുന്നു കമൻ്റായിട്ട്, പിന്നെ ചീരവിത്ത് ഇടുന്നത് മുളച്ച് വരുന്നില്ല എന്ന്. അപ്പോൾ ഞാനിടുന്ന വിധം ആണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിവിടെ സ്ഥലമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ചൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ചുറ്റും ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഫസ്റ്റ് തന്നെ വിതറിയിട്ടുണ്ട്. ഉറുമ്പ് കയറി വരാണ്ടിരിക്കാൻ കൂടിയാണ്. അപ്പോൾ ഇവിടെ ഉറുമ്പ് ഉണ്ട്. അപ്പോൾ ഇതാ ഇത്ര വിത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് പാകി പറിച്ച് നടാൻ എത്ര വിത്ത് വേണ്ടി വരും. അപ്പോൾ ഞാനിതിവിടെ ഇപ്പോൾ അങ്ങനെ തന്നെ പാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മഞ്ഞൾ ഇട്ടതിൻ്റെ ഉള്ളിലായിട്ടാണ് പാകുന്നത്. എല്ലായിടത്തും ഒരുപോലെ തന്നെ എല്ലായിടത്തും ഒരുപോലെ വെതറാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് മുളച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ചീര വിത്തുകളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ജർജീറിൻ്റെ വിത്ത് അതെൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. അതിപ്പോൾ ഞാനിവിടെ ഈ ഒരു മഞ്ഞളിൻ്റെ പുറത്തു കൂടിയാണ് പാകുന്നത്. വേറൊന്നുമല്ല, അതിനിടയിലൂടെ പാങ്ങി മുളച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചീരക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചീര മുളക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതും മുളച്ച് വരും. വേണമെങ്കിൽ പറിച്ച് നടാം, പറിച്ച് നടാതെയും വളർത്താം. അപ്പം അതും പാകിക്കഴിഞ്ഞു. ഇനി വെള്ളം കൂടി പാറ്റി കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു കയ്യിൽ കപ്പ് വെച്ച് മറുകൈ കൊണ്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വിത്തുകളൊന്നും വെള്ളം ഒരു സ്ഥലത്ത് തന്നെ വീണ് കഴിഞ്ഞാൽ വിത്തുകൾ ചിലപ്പോൾ മണ്ണിന് പുറമേയും ചെതറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ ഇതിൻ്റെ മേലെ നമുക്ക് മഞ്ഞൾപ്പൊടി വിതറാം. അല്ലെങ്കിൽ നമ്മൾ ഈ ഉറുമ്പൊക്കെ പോകാൻ ഉറുമ്പ് കൂറൊക്കെ അടിക്കുന്ന ലക്ഷ്മണരേഖ വേണമെങ്കിൽ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് വിതറിക്കൊടുത്താലും മതിയാകും. അങ്ങനെയാണെങ്കിൽ 2-3 ദിവസത്തേക്ക് ഉറുമ്പ് വരില്ല. അപ്പോൾ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച, ഇപ്പോൾ ബുധൻ, വ്യാഴാഴ്ച രാവിലെ ആകുമ്പോഴത്തേന് വിത്തുകൾ മുളച്ച് വന്നിട്ടുണ്ടാവും.